പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: മറ്റുള്ളവർ നിന്നെ വിശ്വസിക്കാതിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? എന്താണ് ചോദ്യം? ആളുകൾ നിന്നെ വിശ്വസിക്കാതിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? അങ്ങനെ ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ടോ? നമ്മൾ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കുന്നില്ല എന്ന സംഭവം ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ നാട്ടിൽ വന്ന് സിനഗോഗിൽ പ്രസംഗിച്ചതിന് ശേഷമുള്ള ആളുകളുടെ പ്രതികരണമാണ് ഒരു പശ്ചാത്തലം. ഈശോ പ്രസംഗിക്കുന്നു, ആളുകള് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആളുകൾ പറയാണ്, ഇതൊക്കെ പറയാൻ ഇവൻ ആരാണ്? ഇവനാ മറിയത്തിന്റെ മകനല്ലേ? ഇവനാ ജോസഫിന്റെ മകനല്ലേ? എന്നൊക്കെ പറഞ്ഞ് അവർ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ചർച്ച ചെയ്യുന്നതിനാണ് സമയം കണ്ടെത്തുന്നത്. ഈശോയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുകയാണ്. ഈശോ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്നുള്ളതല്ല, ഇതൊക്കെ പറയാൻ ഇവൻ ആരാണ് എന്ന ചോദ്യം. അതാണ് ഒരു വശം. ഒന്നാം വായനയിൽ ഇതുപോലെ ജെറമിയ പ്രവാചകൻ, ദൈവം പറയുന്നു ജെറമിയ പ്രവാചകനോട്, ഞാൻ നിന്നോട് പറയുന്നതെല്ലാം നീ ദേവാലയത്തിന്റെ മുൻപിൽ നിന്ന് പറയണം. ദേവാലയത്തിന്റെ മുൻപിൽ നിന്ന് പറയുമ്പോൾ ആരാണ് കേൾക്കുന്നത്? ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു കാര്യം ദൈവം പറഞ്ഞത് പറഞ്ഞാൽ ആര് കേൾക്കും? നമ്മളെ ആര് കേൾക്കും? പള്ളിയിൽ പോകുന്നവർ കേൾക്കും. ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ വരുന്നവർ കേൾക്കും. അപ്പോൾ ദേവാലയത്തിൽ വരുന്നവർ കേൾക്കാൻ വേണ്ടി ദൈവം ഒരു കാര്യം പറഞ്ഞ് ജെറമിയായോട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെന്താണ്? ഈ ദേവാലയം നശിപ്പിക്കപ്പെടും, ഇത് ഷീലോഹ പോലെയാകും എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമാകും. ശത്രുക്കൾ വന്ന് ഇത് നശിപ്പിക്കും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തീർത്ത് കളയും എന്നൊക്കെ. കാരണം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും, അധരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയാണ്, നിങ്ങൾ കൽപ്പനകൾ പാലിക്കാത്തവരാണ് എന്നൊക്കെ ജെറമിയ ദൈവം പറഞ്ഞതനുസരിച്ച് പറയുകയാണ്. അപ്പോൾ ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു? അന്നാവാ ജെറമിയായോട് ദൈവം പറഞ്ഞതല്ലേ, നമുക്ക് പോയി മാനസാന്തരപ്പെടാം, നമുക്ക് നമ്മളുടെ വഴികൾ പരിശോധിക്കാം എന്ന് പറയുകയല്ല അവർ ചെയ്തത്. ഇത് പ്രഘോഷിച്ച പ്രവാചകന്റെ ചുറ്റും കൂടി അവനെ നിന്നെ ഞങ്ങൾ ഇന്ന് തീർക്കോളാ എന്നാണ് പറയുന്നത്. അതായത് അവർ മാനസാന്തരപ്പെടാൻ, സന്ദേശം സ്വീകരിക്കാൻ തയ്യാറല്ല, പറഞ്ഞവനെ തീർത്ത് കളയാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ട് വായനകളിൽ നിന്നുള്ള സന്ദേശം: ദൈവം ചില കാര്യങ്ങൾ നമുക്ക്, നമ്മളുടെ ബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മുടെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മളുടെ മാനസാന്തരം ആവശ്യമാണെന്ന് പറയുമ്പോൾ ആ സന്ദേശത്തോട് ഹൃദയത്തിന് തുറവിയുള്ളവരായി തീരുക എന്നാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇതുപോലെയാണ് ഇന്ന് ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാളാണ്. ഇഗ്നേഷ്യസ് ലയോള ആശുപത്രിയിൽ കിടന്നപ്പോൾ പരിചരിച്ച നേഴ്സാണ് ഒരു ബൈബിളും കുറച്ച് വിശുദ്ധരുടെ പുസ്തകങ്ങളും ഒക്കെ കൊണ്ടുചെന്ന് കൊടുത്തത്. അതുവരെ ഇതൊക്കെ അലർജി ആയിരുന്നു. കാലൊടിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു വേറൊന്നും വായിക്കാൻ ഇല്ലാതിരുന്നത് കൊണ്ടാണ്. വിശുദ്ധരുടെ വായിക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു, പക്ഷെ വേറൊന്നും വായിക്കാൻ കിട്ടുന്നില്ല. ആശുപത്രിയിൽ ആകെ കിട്ടിയത് വിശുദ്ധരുടെ ജീവചരിത്രമാണ്. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഹൃദയം തുറക്കപ്പെടുകയാണ്. പറയുകയാണ്, അവർക്ക് വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും വിശുദ്ധനായിക്കൂടാ? പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അവർക്കൊക്കെ വിശുദ്ധരാകാമെങ്കിൽ, 15 വയസ്സുള്ള കാർലോസ് അക്യൂറ്റസിനും 24 വയസ്സുണ്ടായിരുന്ന കൊച്ചുത്രേസ്യയ്ക്കും ഒക്കെ 36 വയസ്സുവരെ ജീവിച്ച അൽഫോൻസാമയ്ക്കും ഒക്കെ വിശുദ്ധരായി തീരാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ഒരു വിശുദ്ധനായിക്കൂടാ? ആ ഒരു ചിന്തയോടുകൂടെ നമുക്ക് ഇന്ന് ഈ ബലിയർപ്പിക്കാം. ഇന്ന് നമുക്ക് സണ്ണിച്ചേട്ടൻ മരിച്ചിട്ട് ഇന്ന് 41-ാമത്തെ ദിവസമാണ്.
നമുക്ക് സണ്ണിച്ചേട്ടന് വേണ്ടി ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായി ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഹൃദയം ദൈവവചനത്തിന്റെ സന്ദേശങ്ങൾക്കെതിരെ കൊട്ടിയടച്ചതിനെ ഓർത്ത് വേണ്ട വിധത്തിൽ അനുദപിച്ച് ജീവിതം നവീകരിക്കാതിരുന്നതിനെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിലെ യേശുനാമം വിളിച്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ